നിങ്ങളിപ്പോ പറഞ്ഞ ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല ആരാധിക്കണില്ല എന്നാണ്. നിങ്ങളെ മൗലൂദിൽ കാണാം. എന്താ കാണാ? ഇർതകബ്തു അലൽ ഖതാ ارتكبت على الخطا غير حسر وعدد لا كاشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി എന്ന് ഞങ്ങളെ മങ്കൂസി മൗലിദിൽ ഉണ്ട്. ഈ വാക്യം പറയും. ചെല്ലണം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചൊല്ലിയ ഇർതകബ്തു എന്നതിൽ ഞാൻ കയറി ദോഷം പറയുക എന്നത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു അല്ലാഹുവിനോടാ ചോദിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒരു ദോഷം പൊറുക്കാൻ വേണ്ടി ആരെങ്കിലും പറയോ ഞാൻ വലിയ ദോഷത്തിലേക്ക് കയറിയിരിക്കുന്നു റസൂലേ അത് പുറത്തു തരണമെന്ന് വലിയൊരു മൗലൂദ് ഓതുക. ഇത് വേണ്ടിയിട്ട് മൗലൂദ് ഉണ്ടാക്കിയാണ്. മൗലൂദ് പിന്നെ അള്ളാഹുവിനോടാണ് ദോഷം പൊറുക്കാൻ വേണ്ടി പറയാം. അതിന് മൗലൂദ് ഓതലുണ്ടോ? കേട്ടോളിയെ ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക മുസ്ലിങ്ങൾ ഇന്നത് ചെയ്തു വരുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും അത് നടക്കുന്നുണ്ട്. എന്താണ് ആയത്ത്? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, അവർ സ്വന്തം ശരീരങ്ങളെ ആക്രമിക്കുകയും എന്നിട്ട് ജാഊക തങ്ങളടുക്കൽ അവർ വരികയും ചെയ്താൽ എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനോട് അവർ പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി പാപമോചനത്തിന് ആവശ്യപ്പെട്ടാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവരെ തൗബ സ്വീകരിച്ചവരായി അവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ അവർ അല്ലാഹുവിനെ തവ്വാബും റഹീമുമായി കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന ഈ ആയത്തിൽ പറഞ്ഞത്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരിക. ഒന്ന്. രണ്ടാമത്തത് ഫസ്തഗ്ഫിറുല്ലാഹ, അവിടെ വന്ന് റസൂലിന്റെ ആ സന്നിധാനത്തിൽ വെച്ച് അവര് പൊറുക്കലിനെ തേടുക. എന്നിട്ട് വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാന. ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു കസീർ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇബ്നു കസീർ ഞങ്ങൾ വരെ അംഗീകരിക്കുന്ന, അതായത് ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കഴുകിയ വെള്ളം ബർക്കത്തിന് കുടിച്ച പണ്ഡിതനാണ് ഇബ്നു തൈമിയ, അല്ല ഇബ്നു കസീർ. അദ്ദേഹം പറയുന്ന അപ്പൊ ബർക്കത്തുണ്ടാവും. എന്താണ് അതിൽ പറയുന്നത്? യുർഷിദു തആല, അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. അള്ളാന്റെ നിർദ്ദേശ അതാ ഞങ്ങൾ നടപ്പാക്കുന്നത്. എന്ത്? അൽ ഉസാത്ത, തെറ്റ് ചെയ്ത പാപികളെ, വൽ മുദ്നിബീന, തെറ്റ് ചെയ്തവർ. അതിൽ മൗലൈമാര് പെടുവല്ലേ നമുക്കറിയില്ല. ഇദാ ഹക്കാ മിൻഹും, അവരിൽ നിന്നുണ്ടായാൽ അൽ ഖതഉ വൽ ഇസ്യാൻ, തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായാൽ എന്ത് വേണം? അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താ? അയ്യതുഹു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുത്തേക്ക് വരണം. എന്നിട്ടോ വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അല്ലാഹുവിനോട് അവർ റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കലിനെ തേടണം. എന്നിട്ട് വയസ്അലൂഹു, റസൂലിനോട് അവരാവശ്യപ്പെടണം. വയസ്അലൂ, അവരാവശ്യപ്പെടണം ഹു, റസൂലിനോട്. എന്ത്? അയ്യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനത്തിനിരക്കാൻ റസൂലിനോട് ആവശ്യപ്പെടണം. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വലൗ അന്നഹും എന്ന ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ മൊത്തം പൊട്ടന്മാരാക്കി ചെയ്തത്. വലൗ ഇല്ലലമു വലൗ അന്നഹും ഇല്ലലമു എന്നൊക്കെ പറഞ്ഞതിൽ ഇവിടെ ദോഷം പുറത്തേരി എന്നുള്ളത്. ഇവിടെ ദോഷം പുറത്തരാൻ വേണ്ടി റസൂലുള്ളാഹിനോട് പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞത്. ഇവിടെ ഒരു ആയത്തോതി, ആയത്തോതിയിലൂടെ റസൂലുള്ളാഹിനൊരു ദോഷം പുറത്തേരി അതിലെവിടെ പറഞ്ഞേക്കണം. അതിൽ ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹിനൊരു ദോഷം പുറത്തേരി പറഞ്ഞത് പിന്നെന്താ? നിർവചനം എന്താ? എന്താ നുൽമ് എന്നാൽ എന്താ? ആയത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല. അതിന് നുൽമ് എന്നാൽ എന്താ? നുൽമിന്റെ അർത്ഥം ഡിക്ഷണറി ആയിക്കോടി, അതിൽപ്പെടുവേ.
ദുൽമ പറഞ്ഞ തെറ്റ് കുറ്റം എന്നൊക്കെ തന്നെ. അക്രമം എന്ന് പറഞ്ഞാലേ അക്രമം എന്ന് പറഞ്ഞ കുറ്റല്ലേ? നിങ്ങൾ പിന്നെ ആയത്ത് ഓതിയാ തന്നെ ഖുർആൻ പറഞ്ഞു അങ്ങനെയല്ലോ പറയാം. അപ്പൊ ദുൽമ എന്ന് പറഞ്ഞ കുറ്റം തന്നെ. അപ്പൊ അംഗീകരിച്ചല്ലോ, അൽഹംദുലില്ലാ.